6 വർഷങ്ങൾക്ക് മുന്നേ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി തൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ ഒരു സിനിമ കാണാൻ പ്ലാൻ ചെയ്തു. ഏത് സിനിമയ്ക്ക് പോകണം ഭയങ്കര ആശങ്കയായി. അപ്പോൾ ആ കുട്ടിക്ക് ഒരു സിനിമ തലയിൽ വന്നു. ആ കുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, അതായത് സിനിമയ്ക്ക് പോകാൻ നിന്ന ആ ദിവസത്തിൻ്റെ കുറച്ച് ദിവസം മുന്നേ യൂട്യൂബിൽ തനിക്ക് ഇഷ്ടപ്പെട്ട നടനായ ദുൽഖർ സൽമാൻ, താൻ പരിസ്ഥിതി പോലും കണ്ടിട്ടില്ലാത്ത ഒരു തെലുങ്ക് നടൻ്റെ സിനിമേൻ്റെ മലയാളം ഡബ്ബ് വേർഷൻ്റെ ഒരു പാട്ട് പാടി. ആ പാട്ട് അവൻ കേൾക്കാനിടയായി. അവനത് ഇഷ്ടമായി. അങ്ങനെ അവൻ ആ സിനിമേൻ്റെ ട്രെയിലർ കണ്ടു. അവൻ ആ ട്രെയിലറും ഇഷ്ടമായി. അങ്ങനെ ആ ട്രെയിലർ അവൻ്റെ അച്ഛന് കാണിച്ചു കൊടുക്കുകയും അവൻ്റെ അച്ഛന് ആ ട്രെയിലർ അത്യാവശ്യം ഇഷ്ടപ്പെടുകയും ആ സിനിമ കാണാൻ ചെറിയൊരു ഇൻട്രസ്റ്റ് വരികയും ചെയ്തു. അമ്മയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല. എന്നാലും മകൻ്റെ ഇഷ്ടത്തിന് അമ്മയും അച്ഛനും കൂട്ടുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി വലിയ താല്പര്യമില്ലെങ്കിലും മകൻ്റെ ഇഷ്ടപ്രകാരം അച്ഛനും അമ്മയും മകനെ കൂട്ടി ആ സിനിമയ്ക്ക് പോയി. ആ സിനിമയാണ് ഡിയർ കോമ്രേഡ്. ആൻഡ് ആ പയ്യൻ, ആ കുട്ടി, 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ഇപ്പം +2 പഠിക്കുന്ന ഞാൻ പരിസ്ഥിതി പോലും കാണാത്ത ആ തെലുങ്ക് നടനാണ് വിജയ് ദേവരകൊണ്ട. അപ്പം ഇന്ന് അതേ താല്പര്യം, മീൻസ് അതേ സിനിമ മോഹിയും അതേപോലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഞാൻ, വലിയ സ്വഭാവത്തിലൊന്നും വലിയ മാറ്റമില്ല ഞാൻ വിശ്വസിക്കുന്ന ഇന്ന് അച്ഛൻ്റെ കൂടെ പോയി കണ്ട പടമാണ് വിജയ് ദേവരകൊണ്ടൻ്റെ കിങ്ഡം. +2 പഠിക്കുന്ന ഇപ്പോൾ 6 വർഷങ്ങൾക്ക് ശേഷം കണ്ടൊരു പടമാണ് വിജയ് ദേവരകൊണ്ടൻ്റെ കിങ്ഡം. ഈ വിജയ് ദേവരകൊണ്ട പറഞ്ഞ മനുഷ്യൻ, മൂപ്പര ഡിയർ കോമ്രേഡ് എനിക്ക് അമ്മാരും ഇഷ്ടപ്പെട്ടിട്ട് മൂപ്പര അതിന് മുന്നേ റിലീസ് ചെയ്ത കുറേ പടങ്ങൾ അന്വേഷിച്ച് പിടിച്ച് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കണ്ടൊരു സമയം ഉണ്ടായിരുന്നു. അതേപോലെ വേൾഡ് ഫേമസ് ലവർ പറഞ്ഞ മൂപ്പര ഒരു പടം മോശം അഭിപ്രായം വന്നിട്ട് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അമ്മാതിരി പണി കിട്ടിയ അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ അത് കാണാൻ എനിക്കിഷ്ടപ്പെട്ട തിയേറ്ററായ അപ്സര, അവിടെ നിന്നാണ് ഞാൻ ഡിയർ കോമ്രേഡ് കണ്ടത്. അതേ തിയേറ്ററിൽ തന്നെ ഈ വേൾഡ് ഫേമസ് ലവർ വന്നപ്പോഴും ഞാൻ പോയി കണ്ടു. അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആൻഡ് ഇപ്പോൾ എനിക്ക് 6 കൊല്ലത്തിന് ശേഷം അപ്സരയെ പോയി കാണാൻ പറ്റിയില്ലെങ്കിലും വേറെ തിയേറ്ററിലാണ് ഞാൻ ഇന്ന് ഈ സിനിമ കിങ്ഡം കാണാൻ പോയത്. അപ്പോൾ കിങ്ഡത്തിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം തുടങ്ങല്ല. കിങ്ഡം ഡയറക്റ്റഡ് ബൈ ഗൗതം തിന്നാമറി, പേര് ശരിയാന്ന് തോന്നുന്നു. ദ ഡയറക്ടർ ഓഫ് ജേഴ്സി, നാനീൻ്റെ ജേഴ്സി. ഈച്ചയ്ക്ക് ശേഷം നാനി എന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ ഓർമ്മ വരുന്ന ഒരു സീനാണ്. മൂപ്പരിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ നിന്നിട്ട് ഇങ്ങനെ ട്രെയിൻ പോകുമ്പോൾ എല്ലാം മറന്ന് ഇങ്ങനെ നാക്കുന്ന ഒരു സീൻ. ആ സീൻ മൂപ്പര് കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സീനാണ്. അതിൻ്റെ ഡയറക്ടറാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. ആൻഡ് ആ സിനിമ കാണുമ്പോൾ നമുക്കറിയാം, അതിലെ ഓരോ ക്യാരക്ടറായിട്ടും നമുക്കൊരു ഇമോഷണൽ കണക്ഷനും അതിലെ ഇമോഷൻസ്, ഇപ്പോൾ അച്ഛനും മകനും ഉള്ള ഇമോഷനോ അമ്മയ്ക്കും മകനും ഉള്ള ഇമോഷൻ, മീൻസ് ആ ഒരു നാനിക്കും അതേപോലെ ആക്ട്രസിൻ്റെ പേര് പറഞ്ഞാൽ അവർ രണ്ടുപേരുള്ള ഇമോഷൻ, അതൊക്കെ നമുക്ക് ഫോഴ്സ്ഡ് ആയിട്ട് ഫീൽ ആവാതെ നല്ല നാച്ചുറലായിട്ട് നല്ല രീതിക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു സിനിമ. അതിൽ ഇമോഷൻസൊക്കെ നമുക്ക് കണക്റ്റ് ആവുന്ന രീതിയിലാണ് ആ സിനിമ എടുത്തിട്ടുള്ളത് ഇദ്ദേഹം. ആൻഡ് അതേ രീതിയിലാണ് ഇദ്ദേഹം ഈ സിനിമയും ചെയ്തിട്ടുള്ളത്. ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സായിട്ടും നമുക്കൊരു ഇമോഷൻ കണക്ഷൻ. വിജയ് ദേവരകൊണ്ട ചെയ്ത സൂര്യ ആയിക്കോട്ടെ, സത്യദേവ് ചെയ്ത നമ്മളെ ശിവ ആയിക്കോട്ടെ, എല്ലാ ക്യാരക്ടറായിട്ടും നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ. ഇവർ രണ്ടുപേരും ബ്രദേഴ്സാണ്. വിജയ് ദേവരകൊണ്ടും സത്യദേവും ഇവർ നമ്മളുടെ ഒരു ബ്രദർഹുഡും നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വെറുപ്പിക്കലായിട്ട് അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഇതിലിപ്പോൾ ഏട്ടൻ ചോറുണ്ടായാലും അനിയൻ ചോറ് അങ്ങനത്തെ ചില സിനിമയിലുണ്ടാവുമല്ലോ, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. തമ്പി പാസം അങ്ങനെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വെറുപ്പിക്കായിട്ട് ഒരു സാധനം ഇതിലില്ല. പിന്നെ ഭാഗ്യശ്രീ ഇതിൽ നായിക ചെയ്ത റോള് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. വെറുപ്പിക്കലില്ല, വേണ്ടാത്ത ലവ് ട്രാക്കില്ല. ലവ് സോങ് ഹൃദയം തൊപ്പലാറിൻ്റെ ഒരു പാട്ട് യൂട്യൂബിൽ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അത് പിന്നീട് ഈ സിനിമയിൽ ആഡ് ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ അത് എവിടെയും വേണമെന്ന് തോന്നിയിട്ടുമില്ല. എന്താ വെച്ചാൽ ഈ സിനിമയ്ക്ക് ആവശ്യമായിട്ട് ഫീൽ ചെയ്തില്ല അങ്ങനെ ഒരു ലവ് ട്രാക്ക്. സോ നല്ല രീതിക്ക് തന്നെ എല്ലാ ക്യാരക്ടറിനെയും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറും നല്ല രീതിക്ക് ആ ക്യാരക്ടേഴ്സ് ചെയ്ത റെസ്പെക്റ്റീവ് നടന്മാർ നല്ല രീതിക്ക് അത് അഭിനയിച്ചിട്ടുമുണ്ട്. ഡയറക്ഷനും കിടിലൻ. ആൻഡ് ആദ്യം ഞാൻ പെർഫോമൻസസിനെ കുറിച്ച് പറയാം. വിജയ് ദേവരകൊണ്ട സൂരി, ആദ്യത്തെ 10 മിനിറ്റ് തന്നെ ആ ക്യാരക്ടർ എന്താണ്, ആ ക്യാരക്ടറിൻ്റെ ലക്ഷ്യം എന്താണ്, ആ പരിപാടിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വിജയ് ദേവരകൊണ്ട
നമുക്ക് പറഞ്ഞു തരും, നമുക്ക് മനസ്സിലാക്കി തരും. മൂപ്പരായ ബുദ്ധി എന്താണ്, മൂപ്പരായ മോട്ടീവ് എന്താ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ എന്താ പറയുക, സത്യത നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഭാഗ്യശ്രീ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലെ വില്ലൻ ഈ ഒരു ചോസൺ വൺ, നമ്മൾ ബാഹുബലിയിലൊക്കെ കണ്ട കഥയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഒരു ചോസൺ വൺ എന്ന സിനിമയിൽ എപ്പോഴും ഒരു നാടുണ്ടാവും, ആ നാടിനെ പിടിച്ച് കുലുക്കുന്ന ഒരു വില്ലൻ ഉണ്ടാവും. ആ വില്ലനാണ് ഇവിടെ വെങ്കടേഷ്, നമ്മളെ ഉടമ്പണത്തിലെ വെങ്കടേഷ്, നായകനിലെ വെങ്കടേഷ്. ആൻഡ് തിരുവനന്തപുരത്ത് സുഡാ ഇഡ്ഡലിക്കാരൻ്റെ ഇഡലിക്കടയൊക്കെ തുറന്ന് ട്രെൻഡായ മൂപ്പര് അദ്ദേഹം ആൻഡ് അദ്ദേഹം അടിപൊളിയായിട്ടാണ് ഈ വില്ലൻ പരിപാടി ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാബുരാജും നല്ല ചെറിയ കുറച്ച് സമയമുള്ളൂ, എന്നാൽ നല്ലൊരു രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാബുരാജിൻ്റെ മോനായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് വെങ്കടേഷ്. കിട്ടില്ലായിട്ട് എന്താ പറയുക, നമുക്ക് ഒരു വില്ലനെ ഇതിൽ കഥ എഴുതി വയ്ക്കുമ്പോൾ കഥ വൈസ് സ്റ്റോറി വൈസ് ആണെങ്കിലും ആ വില്ലനെ കാണുമ്പോൾ നമുക്ക് കൊല്ലനവിടെ നമുക്ക് തോന്നും. അതേ രീതിയിലാണ് മൂപ്പരത് ചെയ്തു വെച്ചത്, അദ്ദേഹം അത് ചെയ്തു വെച്ചത് വെങ്കടേഷ്. അങ്ങനെ നമുക്ക് കൊല്ലാടാ ദേവരെ കൊണ്ട് അടിച്ച് പൊട്ടിക്കാടാന്നൊക്കെ തോന്നും ഇവനെ. അങ്ങനെയാണ് ചെയ്തു വെച്ചുള്ളത്, അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് നമ്മളെ അങ്ങനെ തോന്നിപ്പിക്കുക. അതാണ് അദ്ദേഹത്തിൻ്റെ മിടുക്ക്, അവിടെയാണ് നമ്മളെ കൊണ്ട് അങ്ങനെ തോന്നിപ്പിക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ മിടുക്ക്. അത് കിട്ടില്ലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിലെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ള ഗിരീഷ് ഗംഗാധരൻ ആൻഡ് ജോമോട്ടി ജോൺ, രണ്ടുപേരും മലയാളികളാണ്. കിട്ടിലായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്, മലയാളികളായതുകൊണ്ടല്ല, കിട്ടിലായിട്ടാണ് അവർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിലൊരു സീനുണ്ട്, വിജയ് ദേവരകൊണ്ട ഒരു ഏജൻ്റ് ആണല്ലോ, ഒരു പോലീസാണ് മൂപ്പര്. പിന്നീട് ഒരു അണ്ടർ കവർ ഓപ്പറേഷൻ ആയിട്ട് ശ്രീലങ്കയിൽ പോകുന്നതാണ് ഏട്ടനെ തേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മിഷൻ കിട്ടി, അങ്ങനെ ഒരു കഥയാണ്. ആൻഡ് അപ്പോൾ ഇങ്ങനെ പോലീസ് ഇങ്ങനെ വീട്ടിൽ വരികയാണ് രാത്രി. അപ്പോൾ ഇങ്ങനെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ വിജയ് ദേവരകൊണ്ട കണ്ണിൽ ഇങ്ങനെ വരുന്നൊരു സീനുണ്ട്. വേറെ മുഖമൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു സീൻ, ആ ഷോട്ടൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ജയിലിൽ വെച്ചിട്ടൊരു സീനുണ്ട്, റെയിൻ ഫൈറ്റ്. ആ ഒരു മഴയത്ത്, ഇപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ട്, ആ മഴയത്തുള്ള ആ ഒരു ഫൈറ്റ് അത് കിട്ടുകയായിരുന്നു. അവിടെ വേറൊരാളുണ്ട്. ഈ പറഞ്ഞ സംഭവമൊക്കെ ഇവിടെ വന്നാണ്ട് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ വേറെ ആൾ സൈഡിൽ നിന്ന് കത്തുന്ന കീബോർഡിൽ ഞെക്കിക്കളിക്കുന്ന ഒരാൾ, അനിരുദ്ധ്, കത്തിച്ച് വിടലായിരുന്നു. എന്തായിരുന്നു മൂപ്പര് ചെയ്ത് വെച്ചത്, ബീജമൊക്കെ അദ്ദേഹം കിടുക്കി വെച്ചിട്ടുണ്ട്. ആസ് ഓൾവേസ് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ ഇത്രയും ഈ സിനിമയെ കുറിച്ച് നല്ലത് പറഞ്ഞു. പക്ഷെ എനിക്ക് ഈ സിനിമയെ കുറിച്ച് ചെറിയൊരു മോശം പരിപാടി പറയാനുണ്ട്. ഞാൻ പറഞ്ഞു ഇത് റിയലിസ്റ്റിക് ആണ്, മീൻസ് ആ രീതിയിലാണ് എടുത്തത് എന്നൊക്കെ. എനിക്ക് അവിടെയാണ് ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത്. കുറച്ച് മാസ് മൊമെൻറ്റ്സും കുറച്ച് ഓവർ ദ ടോപ്പ് സീൻസും വേണമെന്ന് തോന്നിപ്പോയി. എന്താ വെച്ചാൽ കുറച്ച് രോമാഞ്ചമായിട്ട് വന്നത്, ക്ലൈമാക്സിൽ രോമാഞ്ചമായിട്ട് ഇങ്ങനെ വന്നിട്ട് പടം തീർന്ന അവസ്ഥ. അതും ക്ലൈമാക്സ് കൊളായി എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു കൊളായ ഫീൽ എനിക്ക് തോന്നിപ്പോയി. എന്താ വെച്ചാൽ അങ്ങനെയാണത് പോയത്. എന്നാലും ക്ലൈമാക്സ് രോമാഞ്ചൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വന്ന് വരികയായിരുന്നു. വിജയ് ദേവരകൊണ്ട തന്നെ പല ലുക്കാർ ഞാൻ പറയുന്നില്ല, അതൊക്കെ കിട്ടില്ലായിട്ട് വരികയായിരുന്നു. അപ്പോഴത്തെ പടം നിർത്തി കഴിഞ്ഞു, അങ്ങനെയാണ് കൊളായിപ്പോൾ. അതായത് കുറച്ചുകൂടി രോമാഞ്ചം കാണിച്ചിട്ട് ക്ലൈമാക്സ് കുറച്ചുകൂടി ഒരു കിടുക്കായിരുന്നു. പിന്നെ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയാതെ പറയുന്നുണ്ട്, അത് നടന്ന കിടക്കും. എന്താ വെച്ചാൽ അങ്ങനെയാണ് ഈ ക്യാരക്ടറിന് അവസാനം, സൂര്യ എന്ന ക്യാരക്ടറിന് അവസാനം കൊണ്ടുവച്ചിട്ടുള്ളത്. അങ്ങനെ വന്നാൽ അടിപൊളിയാവും, വന്നില്ലെങ്കിലൊക്കെ നമുക്ക് പിന്നെ വിജയ് ദേവരകൊണ്ട തന്നെ വേറൊരു സിനിമയിൽ വേറൊരു നല്ല പെർഫോമൻസ് ഉണ്ട്, സമാധാനിക്കാം. എന്തായാലും സിനിമ നല്ലൊരു സിനിമയാണ്, ഡീസൻ്റാണ്. ഭയങ്കര സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അധികം മാസ് മൊമെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഒരു മീഡിയം ബേസ് പോകുന്ന സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് കുറേ നേരമുണ്ട്, ഫസ്റ്റ് ഹാഫ് ഒരു 1.5 മണിക്കൂറുള്ള ഒരു ഫീലാവും. ആൻഡ് കുറേ കാര്യം ഫസ്റ്റ് ഹാഫിൽ തന്നെ പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ എല്ലാം ഒന്ന് അവസാനിപ്പിക്കുന്ന ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. മീൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഈ സിനിമയിലുണ്ടാവും. എന്താ വെച്ചാൽ ഇതിൽ ഓവർ ദ ടോപ്പായിട്ട് ഒന്നുമില്ല, മോശം പറയാനൊന്നുമില്ല, നല്ലത് പറയാൻ അത്യാവശ്യം നല്ല അഭിനയമുണ്ട്, നല്ല പാട്ട് പരിപാടിയൊക്കെ ഉണ്ട്. തിയേറ്ററിൽ പോയി കാണാനുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. ഇത് ഭയങ്കര പടം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഡീസൻറ്റ് പടം. ബട്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ആ ജയിൽ ഫൈറ്റൊക്കെ മതി, പൈസയ്ക്ക് മുതലായിട്ടുള്ള പരിപാടിയൊക്കെ ആ ജയിൽ ഫൈറ്റിലുണ്ട്. ജയിൽ ഫൈറ്റ് എന്ന് വെച്ചാൽ അമ്മാരി ഫൈറ്റൊന്നുമല്ല, കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ് തന്നെയാണ്. ഞാൻ ഫൈറ്റ് പറയുമ്പോൾ അമ്മാരി ആ ഒരു പരിപാടി ഇതിലില്ല. എന്തായാലും പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. തിയേറ്ററിൽ പോയി കണ്ട് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ് ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ നിങ്ങളെ പറയുന്നത്. എന്തായാലും പറ്റുകയാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം, അല്ലെങ്കിൽ
നിങ്ങളിഷ്ടം. അപ്പോൾ ടാറ്റ. സുഖല്ലേ?